Hello everyone, welcome to G-Pod Class 7. It's me, Nafi. എല്ലാവർക്കും മക്കളെ G-Podന്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. നമുക്ക് 6ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ഇന്ത്യൻ സബ് കോൺ എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം പറഞ്ഞ 6ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണല്ലോ. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമന്റ് ചെയ്യണം. ഒന്ന്, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ. രണ്ട്, ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ നമ്മൾ ഇന്ന് രാത്രി ലൈവുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഈ ലൈവിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ 7ാം ക്ലാസ്സിന്റെ ലൈവിന് ശേഷമുള്ള നോട്ടുകൾ കിട്ടാനായിട്ട് നിങ്ങൾ 7ാം ക്ലാസ്സിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, വിച്ച് ആർ ദി ബൗണ്ടറീസ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണ്? എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണ്? നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് ആരാണ്? ഹിമാലയമാണ്. ശ്രദ്ധിക്കണേ, നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് ആരാണ്? ഹിമാലയമാണ്. അതേപോലെ അരക്കൻ റേഞ്ചസ് ഓൺ ദി ഈസ്റ്റ്, കിഴക്ക് ഭാഗത്ത് ആരാണ്? അരക്കൻ പർവ്വതനിരകളാണ്. ഹിന്ദുക്കുഷ് ഓൺ ദി വെസ്റ്റ്, പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ്? ഹിന്ദുക്കുഷ് ആണ്. അതേപോലെ തന്നെ സൗത്ത് അഥവാ തെക്ക് ഭാഗത്ത് ആരാണ്? ഇന്ത്യൻ ഓഷൻ അഥവാ ഇന്ത്യൻ മഹാസമുദ്രമാണ്. പഠിച്ചു വെച്ചിട്ടോ, വെരി അല്ല, വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, വിച്ച് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 2 മാർക്കിന് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. സോ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അഥവാ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒന്ന്, ഫെർട്ടൈൽ സോയിൽ, അവിടെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അബണ്ടന്റ് വാട്ടർ സപ്ലൈ ഫ്രം റിവേഴ്സ്, നദികളിൽ നിന്ന് സമുദ്രമായ ജലവിതരണമുണ്ട്. പ്ലെയിൻ ലാൻഡ്സ്കേപ്പ്, നിരപ്പായ ഭൂപ്രകൃതിയുണ്ട്. തിക്ലി പോപ്പുലേറ്റഡ്, കനത്ത ജനവാസമുള്ള സ്ഥലമാണ്. നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യമാണ് ഇത്, വിച്ച് ആർ ദി ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദ ക്ലൈമറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാടാ? ഇതാട്ട ഘടകങ്ങൾ. ഒന്ന്, ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശമുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരമുണ്ട്. ഫിസിയോഗ്രഫി അഥവാ ഭൂപ്രകൃതിയുണ്ട്. പ്രോക്സിമിറ്റി ടു ഓഷൻ, സമുദ്രത്തിന്റെ സാമീപ്യമുണ്ട്. വിൻഡ് അഥവാ കാറ്റുകളുണ്ട്. ഫാക്ടേഴ്സ് എഫക്ടിംഗ് ദ ക്ലൈമറ്റ് ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ്, വാട്ട് ഈസ് റെയിൻ ഷാഡോ റീജിയൻ? എന്താണ് മഴനീർ പ്രദേശം? അപ്പൊ ശ്രദ്ധിക്കണം, ഈ റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനീർ പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? ഓറോഗ്രഫിക് റെയിൻഫോൾ അഥവാ പർവ്വത മഴയുണ്ട്. ഈ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണ് റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനീർ പ്രദേശം കാണുക. അതായത് ഇങ്ങനെ കാറ്റ് വീശാട്ടോ, കാറ്റ് വീശുമ്പോൾ എന്തുണ്ട്? മോയ്സ്ചർ ലാഡൻ വിൻഡ് അഥവാ ജലാംശമുള്ള കാറ്റാ. ആ കാറ്റ് എന്ത് ചെയ്യും? മൗണ്ടെയിൻ അഥവാ പർവ്വതത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ വീശും. ആ കാറ്റ് എന്ത് ചെയ്യാണ്? മൗണ്ടെയിൻ അഥവാ പർവ്വതത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ വീശുകയും ആ കാറ്റ് വീശി 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 മുകളിൽ എത്തുമ്പോൾ ആ കാറ്റിൽ കണ്ടൻസേഷൻ അഥവാ ഘനീകരണം നടന്നിട്ട് ആ കാറ്റിലുള്ള ജലാംശം എന്തായിട്ട് മാറുന്നു? അവിടെയുള്ള പൊടിപടലങ്ങളുമായി കൂടിച്ചേർന്ന് ക്ലൗഡ്സ് അഥവാ മേഘങ്ങളായിട്ട് മാറുന്നു. അപ്പൊ മോയ്സ്ചർ ലാഡൻ വിൻഡ്, ജലാംശമുള്ള കാറ്റ് എന്ത് ചെയ്യാണ്? ആ കാറ്റ് ഇങ്ങനെ വീശി 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 ഇവിടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസുമായി കൂടിച്ചേർന്ന് മേഘങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ മേഘങ്ങള് മൗണ്ടെയിൻ അഥവാ പർവ്വതത്തിന്റെ ഒരു സൈഡിൽ മാത്രമേ മഴ പെയ്യ്ക്കൂ, ഇപ്പുറത്തെ സൈഡിൽ മഴ പെയ്യിക്കില്ല. അതിനുള്ള കാരണം എന്താ? ഈ കാറ്റ് മേഘങ്ങൾ ഉണ്ടാക്കി തിരിച്ചിറങ്ങുമ്പോൾ ഒരു ഡ്രൈ വിൻഡ് അഥവാ ഒരു വരണ്ട കാറ്റായിട്ട് എത്തുക. കാരണം ഈ കാറ്റുള്ള ജലാംശം മുഴുവൻ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ക്ലൗഡ്സ് അഥവാ മേഘങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ കാറ്റ് തിരിച്ചെത്തുമ്പോൾ എന്താടാ? ഒരു ഡ്രൈ വിൻഡ് അഥവാ വരണ്ട കാറ്റാ. അതുകൊണ്ട് തന്നെ എന്ത് ഉണ്ടാക്കുന്നില്ല? ക്ലൗഡ്സ് അഥവാ മേഘങ്ങൾ ഉണ്ടാക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ എന്ത് പെയ്യുന്നില്ല? മഴ പെയ്യുന്നില്ല. ഇവിടെ മഴ പെയ്യും, ഇപ്പുറത്തെ സൈഡിൽ മഴ പെയ്യില്ല. ഈ മഴ പെയ്യാത്ത ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെയിൻ ഷാഡോ റീജിയൻ. അങ്ങനെ ചോദിച്ചതാ, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വെക്കണം. ഇങ്ങനെയുള്ള മഴ പെയ്യാത്ത അപ്പുറത്തെ സൈഡിൽ വിളിക്കുന്ന പേരാണ് എന്ത്? റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനീൽ പ്രദേശം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിളവെടുപ്പ് കാലങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ് ക്രോപ്പിംഗ് സീസൺസ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. വിച്ച് ആർ ദി ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വിളവെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാണ്? അറിയുന്നവരുണ്ടെങ്കിൽ മക്കളെ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. യെസ്, ഗുഡ്. ഏതൊക്കെയാണ്? ഖാരീഫ്, റാബി, സെയ്ദ്. ഖാരീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ജൂൺ ടു സെപ്റ്റംബർ, നമ്മുടെ മഴക്കാലത്തുള്ള ക്രോപ്പിംഗ് സീസൺ അഥവാ വിളവെടുപ്പ് കാലമാണ് ഇത് ഖാരീഫ് എന്ന് പറഞ്ഞാൽ അല്ലെ. ജൂൺ ടു സെപ്റ്റംബർ ആണ്. റൈസ്, കോട്ടൺ, ജൂട്ട്, ബജ്ര, തുർ അല്ലെ. നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവയാണ്. അടുത്താണ് ഇത് റാബി. റാബി എന്ന് പറഞ്ഞാൽ ഏതാടാ? ഒക്ടോബർ ടു മാർച്ച് അല്ലെ. വീറ്റ്, ഗ്രാം, മസ്റ്റാർഡ്, ബാർലി മുതലായ സാധനങ്ങളാണ് ഇത് റാബികൾ, അതായത് വിന്റർ സീസൺ അഥവാ ശൈത്യകാലമാണ്. അടുത്ത സെയ്ദ് ആണ്. സെയ്ദ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ടു ജൂൺ അല്ലെ. ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫോഡർ, പച്ചക്കറികൾ, പഴങ്ങള്, കാലിത്തീറ്റ മുതലായവയാണ് ഇതിൽ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. അപ്പോൾ ഈ ഓരോ ക്രോപ്പിംഗ് സീസണും അതിന്റെ പ്രത്യേകതയും പഠിച്ചു വെച്ചു. ഇനി ഇതാ, which are the different crops cultivating India? Can give examples for each. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത വിളകൾ ഏതൊക്കെയാണ്? ഓരോന്നും ഉദാഹരണം നൽകുക. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ എന്തുണ്ട്? ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും ഉണ്ട് അല്ലെ. ഡയറക്റ്റ് ഫുഡിനായിട്ട് കൺസ്യൂം ചെയ്യുന്ന, നേരിട്ട് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വിളകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫുഡ് ക്രോപ്സ് അഥവാ ഭക്ഷ്യവിളകൾ. എക്സാമ്പിൾസ് ഏതൊക്കെയാ? സെറൽസ് ആൻഡ് പൾസസ് അല്ലെ. ധാന്യങ്ങളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ ചോളം, ബജ്ര, അരി ഒക്കെ എന്തിനുള്ള എക്സാമ്പിൾ? ഇതിന് എക്സാമ്പിളാ. ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ എന്താ?
കൊമേഴ്ഷ്യൽ സിഗ്നിഫിക്കൻസ്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് കൊമേഴ്ഷ്യൽ സിഗ്നിഫിക്കൻസ് അഥവാ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വിളകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്യാഷ് ക്രോപ്സ് അഥവാ നാണ്യവിളകൾ എന്ന് വിളിക്കുന്നു. കോട്ടൺ, ജൂട്ട്, പരുത്തി, ചാമൊക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. പിന്നെ ഫൈബർ ക്രോപ്സ് അഥവാ നാര് വിളകളുണ്ട്. നമ്മുടെ നാര് പോലെ കാണുന്ന കോട്ടൺ, ജൂട്ട്, പരുത്തി, ചാണമൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഇതിനുള്ള എക്സാമ്പിൾ ആണ്. മറ്റൊന്നാണ് ഇത് ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കൾ. നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ? ഓയിൽ സീഡ്സ് അഥവാ എണ്ണക്കുരുക്കൾക്കുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ മക്കളെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇന്ന് ലൈവ് ഉണ്ട്. ലൈവിന് ശേഷമുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്ലാസ് 7 സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടും. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.